ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ബ്രഷ് കട്ടറിനകത്ത് ട്രിമ്മർ മാറ്റിയിട്ട് നമ്മൾ എങ്ങനെയാണ് ബ്ലേഡ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഈ ഒരു ഹോൾ കണ്ടു, ഈ ഹോളിൻ്റെ അവിടെ നിന്ന് ഒരു ലോക്കിംഗ് പോയിൻറ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണും. ഈ ലോക്കിംഗ് പോയിൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവർ എങ്ങാനും വെച്ച് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ലോക്കാവും. ലോക്കായി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഇത് ടേൺ ചെയ്യുമ്പോൾ നമുക്കിത് ഊരെ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ബ്ലേഡ് എങ്ങനെയാണ് ഇത് പിടിപ്പിക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ ബ്ലേഡിൻ്റെ ഈ സൈഡ് കുറച്ച് ഞാൻ ഷാർപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു ഷാർപ്പനർ വെച്ചിട്ട് ഇനി നമുക്ക് കറക്റ്റായിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. വെക്കുമ്പോൾ നമ്മളുടെ ഈ പോയിൻ്റ് കറക്റ്റായിട്ട് ഇവിടുത്തെ ഒരു ഹോൾ കണ്ടോ, ഈ ഹോളിനകത്ത് ഇത് കറക്റ്റായിട്ട് എന്തായാലും കയറണം, അല്ലെങ്കിൽ ഇത് നമ്മൾ കറക്കുമ്പോൾ ഇത് ഊരിപ്പോവും, വലിയ അപകടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് രണ്ടാമതായിട്ട് നമ്മൾ ഈ സംഭവം വാഷർ പോലത്തെ സംഭവമാണ് അത് വെച്ച് കൊടുക്കുക. ഇതിന് ലോക്കിംഗ് ഉണ്ട്, ഇവിടെ അത് ലോക്കായി കഴിയണം. ശേഷം അതിൻ്റെ ഏറ്റവും അടിയിലത്തെ ഇതാണിത്. ഇട്ട് നമ്മൾ ഈ നെറ്റ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാണ്. ബ്ലേഡ് ടൈറ്റ് ചെയ്യുന്ന നേരത്ത് നമ്മൾ ഇവിടെ തന്നെയുള്ള ആ ലോക്കിംഗ് പോയിൻ്റ് വെച്ചിട്ട് എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവർ എന്തായാലും വെച്ചിട്ട് നമ്മളൊന്ന് പുഷ് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഇത് ലോക്കാവും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു സോക്കറ്റ് സ്പാനർ യൂസ് ചെയ്തിട്ട് നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ എന്തായാലും കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് തന്നെ ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് ഊരിപ്പോകുന്നതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഏകദേശമായിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞത് ഒരു ഡ്യുവൽ സൈഡ് ബ്ലേഡാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാടുകളൊന്നും ഇതുകൊണ്ട് തെളിക്കാനൊന്നും പറ്റില്ല. എന്നാലും ഇത് കൂടുതലും നിരപ്പായ സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വെക്കുമ്പോൾ ഈ കല്ലൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇത് തട്ടിയിട്ട് ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന് കുറച്ച് കോസ്റ്റ് കൂടിയൊരു മെറ്റീരിയലാണിത് എന്നാണ്. ഇതിന് ഏകദേശം ഒരു 1 ഇയറോളം പഴക്കമുള്ളൊരു മെഷീനാണിത്. ഇത് ഇറങ്ങിയ സമയത്ത് ഇതിന് ഏകദേശം 23,000 രൂപയെങ്ങാണ്ടാണ് ഈ വില ഉണ്ടായിരുന്നത്. ഇത് ഹസ്ക്വർണ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ 236R എന്ന് പറയുന്ന ഒരു ബ്രഷ് കട്ടറാണിത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും ഇതിന് നല്ല രീതിയിൽ തന്നെ ഇത് വർക്കിംഗ് ആണ്. ഇപ്പോഴത്തെ ഒരു ടൈപ്പിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റൗണ്ട് ടൈപ്പിൽ ഒരു ബ്ലേഡ് വരുന്നുണ്ട്. അത് കുറച്ചും കൂടെ നമുക്ക് യൂസ്ഫുള്ളാണ്, കാരണം കുറച്ചും കൂടെ വലിയ കാടുകളൊക്കെ തെളിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണത്. എന്തായാലും ഇതിൻ്റെ ഈ മെഷീൻ്റെ യൂസും കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അപ്പോൾ അതും ഒന്ന് കാണുക. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.